അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ലഞ്ച് ബോക്സിലേക്കായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന തരത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതാ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് എത്ര സമയം ചൂടാറിയിട്ടൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ബോക്സിലേക്ക് തയ്യാറാക്കി കൊടുത്തും വിടാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗള് എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടി സാധാരണ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന പോലെ ഒന്ന് സോഫ്റ്റായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഉപ്പ് പൊടിയിലെല്ലായിടത്തും ആകാൻ പാകത്തിന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലായിടത്തും വെള്ളമാകാൻ പാകത്തിന് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അത് സ്റ്റിക്കി ആകാതിരിക്കാനായിട്ട് ഒരു സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് നല്ലപോലെ നല്ല ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ശരിക്കും ഒന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ട് ഇതൊന്ന് 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ആ 10 മിനിറ്റ് സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ഈ സോയയുടെ ഗ്രാനൂൾസാണ് എടുത്തേക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്കിങ്ങനെ അവൽ മാതിരി ഇരിക്കും. പക്ഷേ ഇത് ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പം നമ്മുടെ മറ്റേ സാധാരണ സോയ ബോൾ പോലെ ഇങ്ങനെ നല്ലപോലെ വലുതായിട്ട് വരും. ഇതിപ്പോൾ 1.25 കപ്പ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ മതി. അതിനുശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് 10 മിനിറ്റ് കഴിയുമ്പം ശരിക്കും ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ തടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ പിഴിഞ്ഞ് എടുത്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. നേരത്തെ അവൽ മാതിരി ഇരുന്ന സാധനമാണ് കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിലിട്ടപ്പം നമ്മുടെ സാധാരണ സോയ എല്ലാം വലുതാകുന്ന പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലിലേക്ക് ഞാൻ ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സവാള ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു തുടങ്ങുന്ന സമയത്തേക്ക് അതിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വെളുത്തുള്ളി കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വലിയവർക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്ന് വാടി തുടങ്ങുമ്പം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന സോയ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിരിക്കുന്ന സോയയൊക്കെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂടിൽ ഒരു 5-10 മിനിറ്റോളം ഒന്ന് ഇതാക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചൂടുവെള്ളത്തിലിട്ട സോയയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും പണി നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇത് തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ ബോക്സിലാക്കിയിട്ട്. അപ്പോൾ ഇതിപ്പോഴും ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒന്നും കൂടെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടാറി കഴിഞ്ഞാൽ നമ്മൾക്കിത് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം. ശരിക്കും ചൂടാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പിടി മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിയില കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്കിത് ശരിക്കും ഒന്ന് കൈ വെച്ചിട്ട് ശരിക്കും ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. നമ്മളതിലേക്ക് ശരിക്കും ഇതെല്ലാം ഒന്ന് കുഴച്ചുരുട്ടി പിടിക്കുമ്പം ശരിയായിട്ട് കിട്ടാനായിട്ടാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് ശരിക്കും ചൂടാറി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിവിടെ ഒന്ന് നീക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ചപ്പാത്തി മാവും കൂടെ എടുക്കുക. അതിന് ശേഷം അതിൽ നിന്ന് ഒരു ചപ്പാത്തിക്ക് സാധാരണ ഒരു ചപ്പാത്തിക്കുള്ള വലിപ്പത്തിലും കൂടുതൽ വലിപ്പത്തിൽ വേണം ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് സോഫ്റ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിലാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റഫിങ് വയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ മാവ് വേണം. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നടുഭാഗം ഒന്ന് കുഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളുണ്ടല്ലോ, ആ ബോൾ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക.
അതിനുശേഷം ഇത് ഒട്ടും പൊട്ടിപ്പോകാതെ നമുക്ക് കൈ വെച്ചിട്ട് ഇത് നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്കൊക്കെ വയ്ക്കുന്ന പോലെ അത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി ശരിക്കൊന്ന് നല്ലപോലെ ഒട്ടും പൊട്ടലും ഇതൊന്നുമില്ലാതെ ശരിക്ക് എല്ലായിടവും കവർ ചെയ്യാൻ പാകത്തിന് അതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ചപ്പാത്തി പരത്തുന്ന പോലെ പലകയിൽ വെച്ചിട്ട് കുറച്ച് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അധികം പ്രസ് ചെയ്യരുത്. അധികം പ്രസ് ചെയ്യാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ചപ്പാത്തി പരത്തുമ്പം അധികം പ്രസ് ചെയ്താൽ അത് പൊട്ടിപ്പോകും, അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അധികം പ്രസ് ചെയ്യാതെ അതുപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ശരിക്ക് റൗണ്ടിൽ നല്ലപോലെ ഒന്ന് പരത്തി എടുത്തു കഴിഞ്ഞിട്ട് ആ ഫില്ലിങ് എല്ലായിടത്തും എത്താൻ പാകത്തിന് വേണം കേട്ടോ പരത്താനായിട്ട്. അപ്പോൾ അതായത് ശരിക്കും ഇങ്ങനെ ഒന്ന് പരത്തി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നമ്മൾക്ക് ദോശക്കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വട്ടത്തിലൊന്ന് മുറിച്ച് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് ബാക്കി വരുന്ന എക്സ്ട്രാ ആയിട്ടുള്ളത് നമുക്ക് അടുത്ത മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊട്ടും വിട്ടുപോകാതെ പൊട്ടിപ്പോകാതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. നല്ല ഷേപ്പിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതൊന്ന് നമുക്ക് ഒരു ദോശക്കല്ലിട്ടിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് ചുട്ടെടുക്കണം. 2 സൈഡും ചുട്ടെടുക്കുക. നിങ്ങൾക്ക് നെയ്യെല്ലാം ഇഷ്ടമാണ്, അല്ല ബട്ടർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ബട്ടറെല്ലാം പുരട്ടിയിട്ട് 2 സൈഡും ശരിക്കൊന്ന് മുരിച്ചെടുക്കുക. അല്ല ഏതെങ്കിലും എണ്ണയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ, ബട്ടർ നെയ്യൊന്നും തേക്കുന്നില്ല. അപ്പോൾ 2 സൈഡും തേച്ചിട്ട് അതൊന്ന് മുറിച്ചിട്ട് കൊടുത്ത് അങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു കേട്ടോ. അതിപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഫില്ലിങ് നമുക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. കറികളും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ നല്ലപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ സോയയുടെ ഗ്രാനുൾസ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് സോയ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഓഫീസിലേക്കും നമ്മൾക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നല്ല പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.